ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ സാനിറ്റൈസറിൻ്റെ വെറ്റ് ടിഷ്യൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വൺ ടൈം യൂസിനുള്ളതാണ്. നമുക്ക് ട്രാവൽ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാനൊക്കെ പറ്റിയൊരു സംഭവമാണ്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഇങ്ങനത്തെ ഒരു കവർ ഉണ്ടാക്കണം, അതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം കവർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിൽ ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിനെ ഇതുപോലെ ഒന്ന് മടക്കി ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു പൗച്ചിൻ്റെ ഒരു ഫോമിൽ കിട്ടും. ഒരു കുഞ്ഞ് കവറായിട്ട് നമുക്ക് കിട്ടും. ഇനി വെറ്റ് ടിഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു തെർമോക്കോളിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിലും എന്ത് കണ്ടെയ്നർ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ആ ടിഷ്യൂ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു കവറിൻ്റെ ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ അത്രയും സൈസിൽ വേണം മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ എടുക്കുന്നത് സാനിറ്റൈസറാണ്. അപ്പം സാനിറ്റൈസറിൽ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ കുറച്ച് കുറഞ്ഞു പോവും. അപ്പം നമ്മൾ സാനിറ്റൈസർ അങ്ങനെ തന്നെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ടിഷ്യൂവിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ഞാനിപ്പോൾ ജെൽ സാനിറ്റൈസറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ലിക്വിഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ ഒന്ന് മൊത്തമായിട്ട് ഈ ടിഷ്യൂവിലേക്ക് മൊത്തമായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സാനിറ്റൈസർ എല്ലാ സൈഡിലും ടിഷ്യൂവിൻ്റെ എല്ലാ സൈഡിലും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് മടക്കി വെക്കണം. നല്ലപോലെ മടക്കിയിട്ട് ആ ഒരു കവറിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കവറിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അപ്പോൾ തന്നെ നമ്മൾ ക്ലോസ് ചെയ്ത് സീൽ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ സാനിറ്റൈസറിൻ്റെ ഗുണങ്ങളൊന്നും അതിലുണ്ടാവില്ല. കാരണം ഇതിൽ ആൽക്കഹോൾ കണ്ടൻ്റ് ആണല്ലോ, അപ്പോൾ അത് ഇവാപ്രേറ്റ് ആയി പോകും. അപ്പോൾ ഇത് ടിഷ്യൂവിലേക്ക് മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു കവറിലേക്ക് ടിഷ്യൂ മടക്കിയിട്ട് ഇട്ട് കൊടുക്കുക, സീൽ ചെയ്യുക. അപ്പോൾ ഇത് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് ഇപ്പം മറ്റേ സിപ്പ് ലോക്ക് പാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ സിപ്പ് ലോക്കൊക്കെയാണ് കുറച്ചും കൂടി നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് ഇതൊന്ന് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്താലും മതി. പക്ഷേ ഇങ്ങനെ ഒട്ടിക്കുമ്പം നമുക്ക് പിന്നെ ഇത് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. സിപ്പ് ലോക്ക് ആണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ആ ഒരു സിപ്പ് ലോക്കിൽ തന്നെ നമുക്ക് വീണ്ടും ഒരു ടിഷ്യൂ ഇട്ടിട്ട് യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ട്രാവൽ സാനിറ്റൈസർ ടിഷ്യൂ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വർക്കിംഗ് ആണോ എന്ന് നോക്കാം. നമ്മളിത് സീൽ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് എടുക്കുമ്പോൾ ഈ സാനിറ്റൈസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണ്ടേ. അപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് എടുത്ത് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ടിഷ്യൂന്ന് സാനിറ്റൈസർ പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്കിത് യൂസ് ചെയ്തിട്ട് വൈപ്പ് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാൻ, സ്കൂളിലൊക്കെ കൊടുത്തു വിടാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. സിപ്പ് ലോക്ക് ബാഗ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇങ്ങനത്തെ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.